Hi everyone, this is Abin from Everything You Want to Know About Apple. അങ്ങനെ നമ്മുടെ iOS 15.3-ന്റെ പബ്ലിക് ബീറ്റ 1 റിലീസ് ആയേക്കാണ്. അത് ഏകദേശം വന്നിരിക്കുന്നത് 4.83 GB-ലാണ് ഐഫോൺ 7 Plus-ൽ. അത് പല ഡിവൈസുകളിലും പലതായിരിക്കും. അത് നിങ്ങൾ എന്താണെന്ന് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ആപ്പിൾ iPadOS 15.3 പബ്ലിക് ബീറ്റ 1 റിലീസ് ചെയ്തിട്ടുണ്ട്. watchOS 8.4 പബ്ലിക് ബീറ്റ 1 റിലീസ് ചെയ്തിട്ടുണ്ട്. tvOS 15.3 ബീറ്റ 1 റിലീസ് ചെയ്തിട്ടുണ്ട്. macOS 12.2 ബീറ്റ 1 റിലീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റി ഇപ്പോൾ ഓപ്പൺ ആണ്. അതിൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. അവിടെയും നമുക്ക് സംസാരിക്കാവുന്നതാണ്. പിന്നെ തുടക്കം തന്നെ നമുക്ക് ഇതിൻ്റെ ബിൽ നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ സെറ്റിങ്സിൽ പോവുക. അവിടെ നേരെ ജനറൽ എബൌട്ട് ടാപ്പ് ചെയ്തിട്ട് സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും 19D5026G എന്ന്. അപ്പോൾ ഒഫീഷ്യൽ അപ്ഡേഷനിലേക്ക് നമുക്ക് ഒത്തിരി ദൂരം ഉണ്ടെന്നാണ് കാണിക്കുന്നത്. പിന്നെ മോഡേൺ ഫേംവെയർ, ഒരു പുതിയ മോഡേൺ ഫേംവെയർ ഈ ഒരു അപ്ഡേഷനിൽ വന്നിട്ടില്ല. പക്ഷേ ഐഫോൺ 13 പ്രോ മാക്സിലൊക്കെ ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക്, ഈ ബീറ്റ റൺ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ 15.2 എന്ന് പറയുന്ന ഒഫീഷ്യൽ റിലീസിൽ നിന്ന് കുറച്ച് തൊട്ട് താഴത്തേക്കായിരിക്കും മോഡേൺ ഫേംവെയർ പോവുക എന്നൊരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് തുടക്കം തന്നെ ഇതിൻ്റെ ഫസ്റ്റ് അപ്ഡേഷൻ നോക്കാം. ഫസ്റ്റ് അപ്ഡേഷൻ വന്നിരിക്കുന്നത് നമ്മുടെ പോഡ്കാസ്റ്റ് ആപ്പിലാണ്. പോഡ്കാസ്റ്റ് ആപ്പിൽ നിങ്ങളിപ്പോൾ നേരെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ പോകുമ്പോൾ ഇങ്ങനെയൊരു ഓപ്ഷൻ ആയിരിക്കും 15.3-ൽ കാണാം. നിങ്ങൾ 15.2-ൽ പോഡ്കാസ്റ്റ് ആപ്പിലേക്ക് ചെല്ലുമ്പോൾ ലേറ്റസ്റ്റ് എപ്പിസോഡ് എടുക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും കാണുന്നത്. ഈ ഒരു ചേഞ്ചാണ് പോഡ്കാസ്റ്റ് ആപ്പിൽ വന്നിരിക്കുന്നത്. പക്ഷേ പോഡ്കാസ്റ്റ് ആപ്പിൽ എന്തിനാണ് ഒരു ചേഞ്ച് കൊണ്ടെന്ന് വെച്ചാൽ, പോഡ്കാസ്റ്റ് ആണ് അല്ലെങ്കിൽ ഓഡിയോ ബുക്സ് ആണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ കേൾക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പോഡ്കാസ്റ്റിന് വേണ്ടി ഡെഡിക്കേറ്റ് ആയിട്ടൊരു ചാനൽ തുടങ്ങിയിരുന്നത്. അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ എന്തായാലും പോയിട്ട് നമ്മുടെ എല്ലാ പോഡ്കാസ്റ്റും ചെക്ക് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ആപ്പിൾ പോഡ്കാസ്റ്റിലും നമ്മുടെ പോഡ്കാസ്റ്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. രണ്ടാമത്തെ മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ 15.2-ൽ വന്നതാണ്. എന്നാൽ 15.3-ൽ അത് കുറച്ചും കൂടെ റിലയബിളായിട്ട്, അല്ലെങ്കിൽ കുട്ടികൾക്കും അല്ലെങ്കിൽ പാരൻസിനും കുറച്ചും കൂടെ റിലയബിളായ പോലെയാണ് നമുക്ക് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സേഫ്റ്റി തന്നെയാണ്. നമ്മൾ സെറ്റിങ്സിൽ പോവുക. അവിടുന്ന് സ്ക്രീൻ ടൈം ടാപ്പ് ചെയ്തിട്ട് തൊട്ട് താഴത്തേക്ക് പോവുക. അവിടെ നമുക്ക് കാണാൻ പറ്റും സെറ്റപ്പ് സ്ക്രീൻ ടൈം ഫോർ ഫാമിലിന്ന്. ഇതാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സേഫ്റ്റി. അതായത് 13 വയസ്സ് താഴത്തുള്ള കുട്ടികൾക്ക് ഫോൺ കൊടുക്കുമ്പോൾ അഡൽട്ട് കണ്ടൻറ്റോ അല്ലെങ്കിൽ എക്സ്പ്ലിറ്റ് കണ്ടൻറ്റോ കാണുമ്പോൾ നമ്മുടെ ഒരു അഡൽട്ടിനെ കോണ്ടാക്ട് ചെയ്യട്ടെ എന്ന് നമ്മുടെ നേരത്തെ പറഞ്ഞ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സേഫ്റ്റി ഇവിടെയാണ് നമ്മൾ സെറ്റപ്പ് ചെയ്യേണ്ടത്. ഇവിടെ സെറ്റപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് നോർമലായിട്ട്, പിന്നെ ഏറ്റവും വലിയ കാര്യം ഇതൊരു സ്കാം അല്ല, നിങ്ങൾ എന്തായാലും അത് ഓർക്കേണ്ടതാണ്. പിന്നെ ഓവറോൾ സ്മൂത്ത്നെസ്, നമ്മുടെ ഡിവൈസിൻ്റെ ഓവറോൾ സ്മൂത്ത്നെസ് കുറച്ചുകൂടെ കൂടുതലായിട്ട് എനിക്ക് കുറച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. നേരത്തെ iOS 15.2-നെക്കാട്ടും കുറച്ച് സ്മൂത്ത്നെസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു അപ്ഡേഷനിൽ വന്ന അല്ലെങ്കിൽ റിസോൾവ് ചെയ്ത ഒരു ബഗ് എന്ന് വെച്ചാൽ നമ്മുടെ എയർ ഡ്രോപ്പിൻ്റെ ബഗ്ഗാണ്. എയർ ഡ്രോപ്പിൻ്റെ ബഗ് എന്ന് പറഞ്ഞാൽ ചിലവർക്ക് 15.2 യൂസ് ചെയ്യുമ്പോൾ എയർ ഡ്രോപ്പ് സ്ലോ ആവുകയും അതേപോലെ തന്നെ എയർ ഡ്രോപ്പ് കണക്റ്റ് ആവാതിരിക്കുകയും ചെയ്തു. പക്ഷേ 15.3 എന്ന് പറയുന്ന അപ്ഡേഷനിൽ ആ ഒരു ഇഷ്യൂ റിസോൾവ് ആയിട്ടുണ്ട്. പിന്നെ സ്റ്റോറേജ് ബഗ്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ സ്റ്റോറേജിൻ്റെ ബഗ് അത് കുറച്ചും കൂടെ റിസോൾവ് ചെയ്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് ജനറലിൽ പോവുക. അവിടുന്ന് ഐഫോൺ സ്റ്റോറേജ് എടുക്കുമ്പോൾ കണ്ടോ ഇത്ര വേഗം ഇത് ലോഡ് ചെയ്യുന്നുണ്ട്. നേരത്തെ ഒന്നും ഇത്രയും വേഗം ലോഡ് ചെയ്യില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മുടെ സ്റ്റോറേജ് ബഗ് ചെറുതായിട്ട് റിസോൾവ് ചെയ്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ, ബാറ്ററി പെർഫോമൻസ് നമുക്ക് ശരിക്കും ഡിഫറൻഷ്യേറ്റ് ചെയ്യണം എന്നാണെങ്കിൽ നമ്മൾ മിനിമം ഒരു 2 ദിവസമെങ്കിലും നമ്മൾ യൂസ് ചെയ്യണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് നമ്മുടെ ഡിവൈസിൻ്റെ ആക്ച്വൽ ബാറ്ററി പെർഫോമൻസ് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നമ്മുടെ ഈ 15.3-ൻ്റെ പബ്ലിക് ബീറ്റ 2 റിലീസ് ചെയ്യുമ്പോൾ പബ്ലിക് ബീറ്റ 1-ൻ്റെ ബാറ്ററി ബാക്കപ്പിനെ പറ്റി ഞാൻ എന്തായാലും പറയുന്നതായിരിക്കും.
പിന്നെ iOS 15.3 ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്തിട്ടും എനിക്ക് യാതൊരു വിധത്തിലുള്ള ഹീറ്റിംഗ് ഇഷ്യൂ ഫീൽ ചെയ്യുന്നില്ല. ഞാൻ അത്യാവശ്യം നല്ല രീതിക്കുള്ള എല്ലാ പരിപാടികളും ഞാൻ ഫോണിൽ യൂസ് ചെയ്തിട്ടും എനിക്ക് വലുതായിട്ടൊരു ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും വന്നിട്ടില്ല. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് 2 ദിവസമെങ്കിലും മിനിമം യൂസ് ചെയ്യുമ്പോഴായിരിക്കും നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്ത് നോക്കാം. നമ്മുടെ ഡിവൈസുകൾ മാക്സിമം എല്ലാ ആപ്ലിക്കേഷനും യൂസ് ചെയ്യുമ്പോഴാണ് പെർഫോമൻസിൻ്റെ ഇത് മനസ്സിലാവും. അതുകൊണ്ട് തന്നെയാണ് 15.3 ബീറ്റ 2ൽ ഞാൻ നമ്മുടെ ഗീക്ബെഞ്ച് സ്കോറിൻ്റെ ലിസ്റ്റും അതേപോലെ തന്നെ ഈ ഒരു പെർഫോമൻസിൻ്റെ കാര്യം ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ iOS 15.3ൻ്റെ വിശേഷങ്ങൾ. വലിയ സൈസിലെ അപ്ഡേഷനും കുഞ്ഞു ഫീച്ചേഴ്സുമാണ് വന്നിരിക്കുന്നത്. പക്ഷേ 15.3ൻ്റെ അടുത്ത ബേറ്റയിൽ നമുക്ക് കുറേ അധികം നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ആപ്പ് കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നൈസായിട്ട് കമൻറ്റ് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് തൊട്ട് താഴത്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റാഗ്രാം. ആൻഡ് നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയുടെ ലിങ്കും പിന്നെ നമ്മുടെ പോഡ്കാസ്റ്റ് ചാനലിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അവിടെയും നിങ്ങൾ പോയി എന്തായാലും ആ ഒരു ചാനലിലും നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഹോൾ വീഡിയോ. This is Abin, Xavier, signing from everything you are now about Apple.